വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് ബാലൻസ് ബോണ്ട് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹൈബ്രിഡൈസേഷനും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധാരണ ചോദിക്കാറുള്ളതാണ്. ബാലൻസ് ബോണ്ട് തിയറിയെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും കോമ്പൗണ്ട് തരും, എന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് രണ്ടും ചോദിക്കാറുള്ളതാണ്. ഇനി ഈ VBT തിയറി അപ്ലൈ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തിനാണ് ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ലിഗാൻസിന് വീക്കാണോ സ്ട്രോങ് ലിഗാൻസ് ആണോ എന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ലിഗാൻസ് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനാണ് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പെയറിങ് നടക്കും. പെയറിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. വീക്ക് ലിഗാൻഡ് ആണെങ്കിലോ? ഓക്കെ, വീക്ക് ആണെങ്കിൽ നോ പെയറിങ് ആണ്, നോ പെയറിങ്. സ്ട്രോങ് ആണെങ്കിലോ പെയറിങ് നടക്കും. സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് പെയറിങ് നടക്കും. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിങ് നടക്കത്തില്ല. അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് നോട്ട് ചെയ്യണം? തന്നിരിക്കുന്ന ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് അറിയേണ്ട തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. കോർഡിനേഷൻ നമ്പർ എന്താണെന്നുള്ളത് അറിയണം. എന്തിനാ കോർഡിനേഷൻ നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നത്? വേക്കൻ്റ് ഓർബിറ്റൽസ് എത്രണ്ണം വേണമെന്നുള്ളത് നമുക്ക് അറിയാനായിട്ടാണ് കോർഡിനേഷൻ നമ്പർ എന്താണെന്ന് അറിയേണ്ടത്. അപ്പോൾ ഈ 3 സ്റ്റെപ്സും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് VBT തിയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഈ 3 സ്റ്റെപ്സുമാണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് FeCN6 3-. FeCN6 3-. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നതിൻ്റെ വീഡിയോ ലാസ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ, ആ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ അതൊന്ന് കണ്ടേക്കണം കേട്ടോ. ഓക്സിഡേഷൻ നമ്പറാണ് ഇതിൻ്റെ ബേസിക്. അതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ട് പറ്റത്തുള്ളൂ. നെയിമിംഗ് ആണെങ്കിലും ഓക്സിഡേഷൻ നമ്പർ അറിഞ്ഞിരിക്കണം. ഹൈബ്രിഡൈസേഷനും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് ഓക്സിഡേഷൻ നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ വീഡിയോ കണ്ടിരിക്കണം. ആ വീഡിയോ കണ്ടിരിക്കണം എന്നല്ല, നിർബന്ധമായിട്ട് ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളത് പഠിച്ചിരിക്കണം. പഠിക്കാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടേക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ് എന്ന് എടുക്കാം. CN പറയുന്നത് സയനോ അല്ലേ? സയനോടെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എക്സ് -1 ആണ് ചാർജ്. ഇവിടെ 6 എണ്ണം ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? -6 കിട്ടും അല്ലേ? ദാറ്റ് ഈക്വൽ ടു -3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -3 + 6 വരും. ദാറ്റ് ഈസ് 3. ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 3 നമുക്കിവിടെ കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജാണ് അല്ലേ. സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +3 ആണ് അല്ലേ. ഇനി അയൺ അല്ലേ, അയണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? Fe-യുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം പഠിച്ചിട്ടോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. ഇതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്ട്രക്കായി പോവും, നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഈ 2 നമ്പറും കൂടി ആഡ് ചെയ്യുക. 2 + 6 8. 8ൽ നിന്ന് 3 - ചെയ്യുക. എന്ത് കിട്ടും? 5 കിട്ടും. അതായിരിക്കും ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. 8 - 3 3d5. ഡി ഓർബിറ്റൽ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, 5 ഇലക്ട്രോൺ അല്ലേ. 1 2 3 4 5. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. CN സയനോ അല്ലേ. സയനോ എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. CN ഇസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്നുള്ളത് നമുക്കറിയണം. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 6 എണ്ണം ഉണ്ട് അല്ലേ. ഇത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. മോണോഡെൻഡേറ്റ്, ഡൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ് ഒക്കെ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. പഠിച്ചിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പഠിച്ചോണം കേട്ടോ. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ വരുന്നത് 6 ആണ്. 6 ബോണ്ടാണ്. ഡെൻസിറ്റി 6 ആണ്. എന്തോ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്ര കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് മോണോഡെൻഡേറ്റ് ആണ്. അപ്പോൾ മോണോഡെൻഡേറ്റ് ആകുമ്പോൾ ഡെൻസിറ്റി 1 ആണ്. 6 എണ്ണം ഉണ്ട്. അപ്പം 1 × 6 എന്ന് പറയുമ്പോൾ 6 തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ വരുന്നത് 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. FeCN6 3- അല്ലേ. ബോണ്ട് ലിഗാൻഡ് വന്ന് സെൻട്രൽ മെറ്റൽ ആറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഈ വന്നിരിക്കുന്ന ലിഗാൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നു കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ അമ്പാടെ മാറും. കാര്യം എന്താ? ഇവിടെ പെയറിങ് നടക്കും. 3D ഓർബിറ്റലിനകത്ത് പെയറിങ് നടക്കും. ഓക്കെ, ടോട്ടൽ 5 എണ്ണം അല്ലായിരുന്നോ ഇലക്ട്രോൺ ഉണ്ടായിരുന്നത്? 5 എണ്ണമായിരുന്നു. അപ്പോൾ പെയറിങ് നടക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു പെയറിങ് വന്നു, ദെൻ ഇവിടെ ഒരെണ്ണം. ഓക്കെ ആണോ? ഇനി ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ് അല്ലേ. അപ്പം 6 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ബാക്കി ഓർബിറ്റൽസ് നമ്മൾ വരച്ചു കൊടുക്കണം. 4s ഓർബിറ്റൽ, 4p ഓർബിറ്റൽ, 4d ഓർബിറ്റൽ. പിക്കകത്ത് 3 എണ്ണം വരും, 5 എണ്ണം. ഓക്കെ, 5 എണ്ണം വരും. ഇവിടെ നമുക്ക് കോർഡിനേഷൻ നമ്പർ 6 ആണ് അല്ലേ. കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 6 വേക്കൻറ്റ് ഓർബിറ്റലാണ് നമുക്ക് വേണ്ടത്. ഈ CN വന്ന് ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് നമുക്കിവിടെ വേണ്ടത് 6 വേക്കൻറ്റ് ഓർബിറ്റൽസ് ആണ്. 2 എണ്ണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇവിടെ ഒരു മൂന്നാമത്തെ ഒരെണ്ണം കിട്ടി. 4 5 6 അല്ലേ. ഇവിടെ നിന്ന് എത്ര കിട്ടിയത്? ഡിന്ന് 2 എണ്ണം കിട്ടി, SCന്ന് 1 എണ്ണം കിട്ടി. ഇവിടെ വരുമ്പോഴോ ഇവിടെയല്ല, ഇവിടം വരെ അല്ലേ, പി വരെ. ഓക്കെ, നമ്മൾ ഡി എടുത്തിട്ടില്ല, പി വരെയാണ്. ഇവിടം വരെ വന്നുമ്പോൾ നമുക്ക് 6 എണ്ണമായി. ഇവിടം തുടങ്ങി ഇവിടം വരെ കിട്ടിയപ്പം തന്നെ നമുക്ക് 6 എണ്ണമായി അല്ലേ. അപ്പം ഇവിടെ പി വരുമ്പോഴത്തേക്കും P3. ഇതാണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ വേണം നമ്മൾ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? D2sp3. D2sp3. ഇനി
D2sp3 ആണെങ്കിലും sp3 D2 ആണെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. D2sp3 ആണെങ്കിലും sp3 D2 ആണെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് D2sp3 ആണ്, സ്ട്രക്ചർ ഒക്ടാഹീഡ്രൽ ആണ്. ഇനി നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് sp3 D2 ആണെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ എന്ത് തന്നെയാണ്? ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ തന്നെയാണ്. ഇനി ഇതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഇതിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടല്ലോ. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക് ആണ്. അതും ക്ലിയർ ആയോ? ഇനി ഇതിനകത്ത് നമുക്ക് ചോദിക്കുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് μ = √n × n+2 ആണ്. √n × n+2 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര കിട്ടിയിരിക്കുന്നത്? 1 ആണ്. ഇവിടെയുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിന് എണ്ണം എടുക്കരുതും. ലിഗാൻഡ് ഏതാന്ന് നോക്കിയിട്ട് പെയറിംഗ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടുന്നോ അതേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈക്വൽ ടു √1 × 1+2. 1 × 1+2 അല്ലേ? ദാറ്റ് ഈസ് 1 × 3. 1 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് √3 എന്ന് കിട്ടും. യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ BM. √3 BM ബോർ മാഗ്നറ്റോൺ. ഇത്രയും കിട്ടിയോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ഇതിനകത്ത് 1-2 കാര്യങ്ങളും കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് ഹൈ സ്പിൻ ആയിരിക്കും. ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒരെണ്ണേ ഉള്ളൂ. ഇത് ലോ സ്പിൻ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത് ഇന്നർ ഷെൽ കോൺഫിഗറേഷൻ ആണോ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ ആണോ എന്നാണ്. ഇന്നർ ഷെൽ കോൺഫിഗറേഷൻ ആണോ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ ആണോ നമുക്ക് അറിയണം. ഇവിടെ നമുക്ക് ഡി ഓർബിറ്റലിനെ കിട്ടിയിരിക്കുന്നത് 3Dക്കകത്തിരുന്നല്ലേ? 3Dക്കകത്തിരുന്നാണ് നമുക്ക് ഡി ഓർബിറ്റലിനെ കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇത് ഇന്നർ ഷെൽ കോൺഫിഗറേഷൻ ആണ്. ഡി ഓർബിറ്റൽ നമുക്ക് കിട്ടുന്നത് 4Dയിൽ നിന്നാണെങ്കിൽ നമുക്കതിനെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 3Dക്കകത്തിരുന്നാണ്. അതുകൊണ്ട് ഇതെന്ത് കോൺഫിഗറേഷന് വരുന്നതാണ്? ഇന്നർ ഷെൽ കോൺഫിഗറേഷൻ ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ചെയ്താൽ ഉറപ്പായിട്ട് ഒരു 3-4 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഒരു 3-4 മാർക്കിനായിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം. സ്കിപ്പ് ചെയ്ത് കളയരുതും കേട്ടോ. വാലൻസ് ബോണ്ട് തിയറി പഠിക്കാതിരിക്കരുതും. ഇങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി നമുക്കൊന്ന് നോക്കിയാലോ. ഒരു എക്സാമ്പിൾ Na3COF6 കൊബാൾട്ട് ആണ്. ഓക്കെ, F6 ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്തേ. നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് നമ്മൾ ഏതൊക്കെയാണ് ഫോളോ ചെയ്ത് വന്നതെന്നുള്ളത് പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കിട്ടണം. ശരിയല്ലേ? ഇതിൻ്റെ എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ +1 ആണ്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? +3 ആയിരിക്കും. ഇതിൻ്റെ നമുക്കറിയില്ല, നമ്മൾ X എന്ന് കൊടുത്തു. ഫ്ലൂറിഡോ അല്ലേ? -1 ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം? ഓക്കെ, 3 + X -1 6 എണ്ണം ഉണ്ട്. -6 = ഇവിടെ എന്ത് കൊടുക്കും? 0. കാര്യം എന്താ? ഈ കോംപ്ലക്സിന് ചാർജ് ഒന്നുമില്ല അല്ലേ? നേരത്തെ ആണെങ്കിൽ 3- ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ 3- എഴുതിയത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പോൾ 0 കൊടുത്തു, അത്രേ ഉള്ളൂ. X - 3 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് X = 3 എന്ന് കിട്ടും. എഗെയിൻ ഓക്സിഡേഷൻ നമ്പർ 3 തന്നെ നമുക്കിവിടെ കിട്ടി അല്ലേ?
ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്തത്? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം അല്ലേ? അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്കിവിടെ കിട്ടിയത്. CO+3 ആണ് അല്ലേ? ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, കൊബാൾട്ടിൻ്റെ നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എത്രയാണ്? പെട്ടെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇതൊക്കെ പഠിക്കാനുള്ള ട്രിക്കുകളൊക്കെ അറിയായിരിക്കും അല്ലേ? 27 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഗറേഷൻ എഴുതാനായിട്ട് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുക. 9 3 പോകുമ്പോഴത്തേക്കും ബാക്കി 6, 3D6 എന്ന് വന്നു. നമ്മളിതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞു. ഒന്ന് 2 3 4 5 ആറാമത്തത് ഇവിടെ വരും, പെയർ ചെയ്യും. ഓക്കെ, ക്ലിയറായി. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? ഇതിനകത്ത് 4 അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇനി F എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. ഇത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കത്തില്ല? പെയറിംഗ് ഒന്നും നടക്കത്തില്ല. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്നാണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇതും മോണോഡെൻഡേറ്റ് ആണ്, 6 എണ്ണം ഉണ്ട്. അപ്പോൾ 1 × 6 വരുമ്പോഴത്തേക്ക് ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 കിട്ടും. ഈ ബേസിക് കാര്യങ്ങളുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ലിങ്ക് ഇട്ടേക്കാവേ, ഒന്ന് നോക്കിയേക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി പതുക്കെ കോംപ്ലക്സിലേക്ക് വരാം. Na3COF6 3Dക്കകത്ത് എന്തില്ല? പെയറിംഗ് ഒന്നും നടക്കുന്നില്ല. 1 3 4 5 ഓക്കെ, 1 2 3 4 5 ഓക്കെ, പെയറിംഗ് നടക്കുന്നില്ല. ഉള്ളത് അതുപോലെ അങ്ങ് വരയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. 1 2 3 4. ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. നമുക്ക് വേക്കൻറ്റ് ഓർബിറ്റൽസ് വേണം. അപ്പം നമ്മൾ വേക്കൻറ്റ് ഓർബിറ്റൽസ് പതുക്കെ ഒന്ന് വരച്ച് നോക്കാം. ഇത് 3D ആയിരുന്നു. 4s 4Pയിലെത്തി. 4D ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 6 എണ്ണം വേണം. 6 എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1 2 3 4 5 6 ഓർബിറ്റൽ നമുക്കിവിടെ കിട്ടി. ഇവിടം വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് എഴുതിയേക്കാലോ. SC എന്നാണ് അല്ലേ? S Pയിൽ 3 എണ്ണം ഉണ്ട്, Dന്ന് 2 എണ്ണം, sp3d2. sp3d2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ ഒക്ടാഹീഡ്രലായിരിക്കും. ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ അല്ലേ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഹൈ സ്പിൻ ആയിരിക്കും അല്ലേ? 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹൈ സ്പിൻ ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് മാഗ്നറ്റിക് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏതാ ഇക്വേഷൻ? പെട്ടെന്നൊന്ന് മെമ്മറൈസ് ചെയ്തേ. ഓക്കെ, ഇവിടെ n എത്രയാ? 4 എണ്ണം ഉണ്ട് അല്ലേ? 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ √4 × 4 + 2 എന്ന് വരുമ്പോഴത്തേക്കും 4 × 6 വരും, ദാറ്റ് ഈസ് √24 വരും. യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ ആണ്, BM ആണ്. ക്ലിയർ ആയോ? ഇനി ഇവിടെ d ഓർബിറ്റൽ എടുത്തിരിക്കുന്നത് 3Dക്ക് അകത്തിരുന്നാണോ അതോ 3Dക്ക് പുറത്തുനിന്നാണോ? 3Dക്ക് പുറത്തുനിന്ന് അല്ലേ? 4D എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കോൺഫിഗറേഷനിലേ വരുള്ളൂ? ഔട്ടർ ഷെൽ കോൺഫിഗറേഷനിലായിരിക്കും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതുപോലെ കുറേ മോളിക്യൂൾസ് എഴുതി പ്രാക്ടീസ് ആകണം കേട്ടല്ലോ. ആദ്യം ഇത് 2 എണ്ണം ഒന്ന് എഴുതി പഠിക്കുക. വെറുതെ വായിച്ച് പഠിക്കരുതും. ഒരു പേപ്പറും പെന്നും ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു ഒന്ന് എഴുതി തന്നെ നോക്കണം കേട്ടോ. എഴുതി നോക്കിയാലേ നമുക്ക് എക്സാമിന് എഴുതാനുള്ള ആ ഒരു സ്പീഡ് കിട്ടത്തുള്ളൂ. കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ.
വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മൈൻഡിൽ നിൽക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് മൈൻഡിൽ നിന്ന് അങ്ങ് പോവും. അപ്പോൾ സെറ്റല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സബ്ജക്റ്റ് നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി സബ്ജക്ട്സിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ബാക്കിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.